നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? കുറേ സമയത്തേക്ക് നമ്മൾ സമയം പോകുന്ന അറിയുന്ന പോലും ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോൺലിനെസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരു സോഷ്യലൈസ് ചെയ്യുകയാണ്, ഒത്തിരി ആളുകളുടെ ഇടയിലേക്ക് പോവുകയാണ്, ഒരു ഫംഗ്ഷൻ പരിപാടിയിലേക്ക് പോവുകയാണ്, എന്നാലും നമുക്ക് ഒരു ബോറിങ് ഫീൽ ചെയ്യുകയാണ്, നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ലോൺലിനെസ്സിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയോ വേണം, എന്തൊക്കെയോ ചെയ്യണം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, മാനസികാവസ്ഥയാണ്. അതും ഒരു ലോൺലിനെസ്, അതേപോലെ തന്നെ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംറ്റമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എന്താണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു ഭക്ഷണമില്ല. എന്തെങ്കിലും ആയാലും ഓക്കെ എന്നുള്ള രീതിയിലേക്ക് വരുന്ന കാര്യങ്ങളാണോ? അതും നമ്മുടെ ഒരു ഡിപ്രഷൻ ലോൺലിനെസ്സിൻ്റെ ഒരു സിംറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വല്ലാതെ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിച്ചാലും വല്ലാതെ വെയിറ്റ് കുറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണോ? അതും നമ്മുടെ ലോൺലിനെസ്സും ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ശരീരത്തിൽ പല പല ചേഞ്ചസ് അനുഭവപ്പെടുന്നു. വെറുതെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, ഉറക്കം ക്ലിയർ ആകുന്നില്ല, രാത്രിയിൽ ഒരു മണി 2 മണി 3 മണി സമയത്തേക്ക് ഇങ്ങനെ എഴുന്നേൽക്കുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, നടക്കാത്ത കാര്യമേ നടക്കുമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നു. ഇതും ലോൺലിനെസ്സും ഡിപ്രഷൻ്റെ ഭാഗമാണ്. നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ, നമ്മളെ ഇഷ്ടപ്പെടാനോ, അല്ലെങ്കിൽ നമുക്ക് മിങ്കിൾ ചെയ്യാനോ ഉള്ള ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും സമാധാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്.